ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുട്ടസുർക്കയുടെ റെസിപ്പി ആയിട്ടാണ്. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണിത്. അപ്പോൾ നമുക്ക് ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ 1.5 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ അരി എടുക്കുന്നത്. നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പച്ചരി ഇല്ല, ആ അരിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അരി എടുത്തതിന് ശേഷം അരി നന്നായി കഴുകി അത്യാവശ്യം വെള്ളവും ചേർത്ത് 6 മണിക്കൂറോളം ഒന്ന് അരി സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. 6 മണിക്കൂറിന് ശേഷം നമുക്ക് ഈ അരി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ 6 മണിക്കൂറിന് ശേഷം നമുക്ക് അരി അരച്ചെടുക്കാം. അതിന് വേണ്ടി ഞാൻ 3/4 ഗ്ലാസ് ചോറ് എടുത്തിട്ടുണ്ട്. 1.5 ഗ്ലാസ് അരി എടുക്കുമ്പോൾ 3/4 ഗ്ലാസ് ചോറ് കേട്ടോ. ഒരു മുട്ട, ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. മാവിന് വേണ്ട ഉപ്പും ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് തന്നെ അരി അരച്ചെടുക്കാം. മീഡിയം സൈസിലുള്ള മുട്ടയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ആദ്യം 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം അധികമായി പോവരുത്. എന്നിട്ടൊന്ന് അരച്ച് നോക്കുക. അരി അരയ്ക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്ത് അരച്ചെടുക്കാം കേട്ടോ. ആദ്യം തന്നെ കൂടുതൽ വെള്ളം ചേർത്ത് കൊടുത്ത് അരച്ചെടുക്കരുത്. ദോശമാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിൽ വേണം നമ്മളൊക്കെ അരി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അരി അരച്ചെടുത്തിട്ടുണ്ട്. അരി നന്നായി തന്നെ അരച്ചെടുക്കണം കേട്ടോ. തടികളില്ലാതെ അരച്ചെടുക്കണം. ഇതായിരിക്കണം ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി. ഇങ്ങനെയാണ് മാവ് കിട്ടേണ്ടത്. ഇനി നമുക്ക് ഈ അപ്പം ചുട്ടെടുക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് നല്ല കട്ടിയുള്ളൊരു ചട്ടി തന്നെ വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായി വന്നാൽ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ നമുക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെക്കണം. പിന്നീട് നമുക്ക് തീ ഒന്ന് കുറച്ച് വയ്ക്കാം. ആദ്യത്തെ തവി ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഫസ്റ്റത്തെ അപ്പം ശരിയായിക്കൊള്ളണമെന്നൊന്നുമില്ല കേട്ടോ. ഫസ്റ്റത്തെ അപ്പം ചിലപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ പൊന്തി വന്നോളണമെന്നൊന്നുമില്ല. അപ്പോൾ എണ്ണ നല്ല ചൂടായിട്ടുണ്ടാവില്ല. അപ്പോൾ അതാ എൻ്റെ ഫസ്റ്റത്തെ അപ്പം കണ്ടോ. ഫസ്റ്റത്തെ അപ്പം ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അടുത്ത തവി മാവ് ഇതേപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ തീ വെക്കണം. എന്നിട്ട് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. എന്നിട്ട് തിരിച്ചും മറിച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ രണ്ടാമത്തെ അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇനി അപ്പത്തിൻ്റെ കളറ് സൈഡൊക്കെ ഇങ്ങനെ കളറൊന്ന് മാറി വന്നാൽ നമുക്ക് അപ്പം എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇങ്ങനെ കോരിയെടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും അടുത്ത തവി മാവ് ഒഴിച്ചു കൊടുക്കാം. അടുത്ത തവി മാവ് ഒഴിച്ചു കൊടുക്കുമ്പോഴും മീഡിയം ഫ്ലെയിമിൽ വേണം തീ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം കേട്ടോ. മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് എണ്ണയിൽ ഇങ്ങനെ മാവ് കിടക്കുന്നുണ്ടാവും. അത് നമുക്ക് തവിയും കൊണ്ട് കോരിയെടുക്കാം. എന്നിട്ട് അപ്പത്തിന് മുകളിലായിട്ട് ഓയിൽ ഇങ്ങനെ തവി കൊണ്ട് ആക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് അപ്പം നന്നായിട്ട് പൊന്തി വരും കേട്ടോ. ഇങ്ങനെ ആക്കി കൊടുത്താൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു പലഹാരമാണിത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഏത് കറിയുടെ കൂടെയും മാച്ചായി പോകുന്നൊരു പലഹാരമാണ് കേട്ടോ ഇത്. കറികളൊന്നും ഇല്ലെങ്കിലും ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്നൊരു അടിപൊളി പലഹാരമാണിത്. കണ്ണൂരിലുള്ള എൻ്റെ ഫ്രണ്ടാണ് എനിക്ക് ഈ ഒരു റെസിപ്പി പറഞ്ഞു തന്നത്. ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് കമൻറ്റ്സ് അറിയിക്കണം കേട്ടോ. നിങ്ങളിൽ ആരെങ്കിലും ഇപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോഴേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലേക്ക് എത്തുള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാ അപ്പവും ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം. വെള്ളപ്പം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.